ഇഗ്നാസിയോ ദെ ലയോളോ അബലദോ റുഥെ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ നാഷോ എന്ന് പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ബാഴ്സലോണയുടെ സുവർണ യുഗത്തിൽ നെയ്മർ ജൂനിയർ, ലിയോണൽ മെസ്സി, ലൂയിസ് സുവാരസ് ഇവർക്കൊപ്പം ബാഴ്സലോണയുടെ മുന്നേറ്റ നിരയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാഴ്സലോണയുടെ ഫ്യൂച്ചർ സെൻസേഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട നാച്ചോയുടെ കരിയർ വല്ലാതെ അങ്ങ് ഇരുണ്ട് അടഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ സ്പാനിഷ് അറ്റാക്കർ 28 വയസ്സുള്ള താരം ഗോകുലം കേരള എഫ് സിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പം വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. വളരെ 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 ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി വലിയൊരു തകർച്ചയാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായെന്ന് പറയാം. റിയൽ ബെറ്റിസിന്റെ സെക്കൻഡ് ഡിവിഷനിൽ നിന്നും അദ്ദേഹം റിയൽ ബെറ്റിസിന്റെ ടീമിൽ എത്തുന്നു. പിന്നെ ബാഴ്സലോണയുടെ ടീമിലേക്ക് വരുന്നു. ബാഴ്സലോണയുടെ സെക്കൻഡ് ഡിവിഷൻ മത്സരങ്ങൾക്ക് വേണ്ടി കളിച്ച അദ്ദേഹം ഇടയ്ക്ക് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്നു. പിന്നെ ഡീപ്പോർട്ടിവോ ലി കൊറോണ തുടങ്ങി സെക്കൻഡ് ഡിവിഷനിലേക്ക് പോയ താരം ടെലവേറയ്ക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ താരം ഇനി ഗോകുലം കേരള എഫ് സിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഗോകുലം കേരള എഫ് സി അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഗസ് ഹു എന്ന് പറഞ്ഞിട്ട് നെയ്മർ ജൂനിയർ, ലിയോണൽ മെസ്സി, പിന്നെ നമ്മുടെ ലൂയിസ് സുവാരസ് അവർക്കൊപ്പം നിൽക്കുന്നത് ആരാണ് എന്ന് ഊഹിക്കാൻ പറഞ്ഞ് അവരുടെ ഒരു സൈനിങ് സൂചന തന്നിട്ടുണ്ട്. അത് വളരെ സിമ്പിളാണ്. ആ പിക്കാരുടെ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നാച്ചോയുടെ ആണെന്ന് അറിയാം എല്ലാവർക്കും. സോ നാച്ചോ ഗോകുലത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല മക്കളെ. ദിസ് മേക്കിംഗ് സംതിങ് ബിഗ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഗോകുലവും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നാച്ചോ ഗോകുലത്തിൽ വന്ന അപ്പം ഹൈ പ്രൊഫൈൽ വരുന്നു എന്ന് പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഹൈ പ്രൊഫൈൽ നോക്കിയിരുന്നപ്പം ഗോകുലത്തിലേക്ക് ഒരു ഹൈ പ്രൊഫൈൽ വന്നിട്ടുണ്ട്. അപ്പം ഇനി എന്താണ് നടക്കാൻ പോവുക എന്ന് കാത്തിരുന്ന് കാണാം.